എന്തിനാടി നീ വന്നത്? പോയ വഴിക്ക് അങ്ങ് പോവായിരുന്നില്ലേ? അമ്മേ, ഇനി എന്നെ അങ്ങനെ വിളിക്കണ്ട. പ്രസവിച്ചതിനുള്ള കൂലി നീ തന്നു കഴിഞ്ഞു. യശോദേ, സംഭവിച്ചത് സംഭവിച്ചു. ഇനി ഇപ്പൊ അത് പറഞ്ഞ് പല്ലിയുടെ കുത്തി നാട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ. ആരും ഒന്നും അറിഞ്ഞിട്ടില്ല, അറിയാനും പോകുന്നില്ല. അതുകൊണ്ട് ആ ആഭരണങ്ങളും ഡ്രസ്സും ഒക്കെ ഊരി എനിക്ക് തന്നാ മതി. ഇനി മണവാട്ടിയായിട്ട് ഞാനിരുന്നോളാം. എടിയേ, നീ എന്താ കരുതിയത്? ഒരു വിവാഹത്തെ കുറിച്ച് എന്ത് ധാരണയാണ് നിനക്കുള്ളത്? ആടയും ആഭരണങ്ങളും അണിഞ്ഞ് മണവാട്ടി ആകണമെന്നുണ്ടായിരുന്നെങ്കില് ഞങ്ങളെയൊക്കെ ചതിച്ചിട്ട് നീ പോവുമായിരുന്നോ? ഞാൻ ചേച്ചിയോട് എനിക്ക് പകരം വേഷം കെട്ടിയിരിക്കാനാ പറഞ്ഞത്. ഞാൻ തിരിച്ചു വന്ന ആ വേഷം അഴിച്ചു തരേണ്ടത് ചേച്ചിയുടെ ബാധ്യതയാ. നടന്നത് എന്റെ വിവാഹമാണ്. എന്റെ കഴുത്തിൽ കിടക്കുന്നത് ഒരു പുരുഷൻ കെട്ടിയ താലിയാ. മണ്ഡപത്തിലേക്ക് പോകുന്നത് വരെ നീ പറഞ്ഞ വേഷം കെട്ടുകാരി ആയിരുന്നു ഞാൻ. പക്ഷെ കഴുത്തിലൊരു താലി വീണതോടെ ഞാൻ അയാളുടെ ഭാര്യയാ. കൂടുതൽ സംസാരിക്കണ്ട. കിട്ടിയ ചാൻസിന് കണിമംഗലത്തെ മരുമകളാകാന്നാണോ കരുതിയിരിക്കുന്നത്? വരുൺ കണ്ടതും ഇഷ്ടപ്പെട്ടതും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും എന്നെയാ. ഇതെല്ലാം ഊരി തരാനല്ലേ പറഞ്ഞ? പുറത്ത് ആളുകളുണ്ട്. അവർക്ക് ഇങ്ങോട്ട് കേറി വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരിങ്ങോട്ട് കേറി വന്നാ സംഭവിക്കുന്നത് എന്താണെന്നറിയാലോ. ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ അവള് പറഞ്ഞത്? ആന്റി, ഇത് ജസ്റ്റ് ഒരു പ്ലേ ആയിട്ട് എടുത്താൽ മതി. ചേച്ചിയുടെ മുഖം ആരും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമല്ലേ? എളുപ്പമാണ് മോളെ, അത് നീ പഠിച്ച സംസ്കാരം. പക്ഷേ ഞങ്ങൾ പ്രാണനെ പോലെ കൊണ്ടു നടക്കുന്ന ഒരു സംസ്കാരമുണ്ട്. അവിടെ കതിർ മണ്ഡപത്തിനും താലിക്കും കൈപിടിച്ച് കൊടുക്കുന്നതിനൊക്കെ ജീവന്റെ വിലയാ. കതിർ മണ്ഡപത്തിലേക്ക് കേറില്ലെന്ന് ഇവിടെ കാല് പിടിച്ച് കരഞ്ഞതാ. എന്നിട്ടും കേറി. സ്വന്തം അച്ഛൻ വീണ് മരിക്കരുതെന്ന തീരുമാനം ഉള്ളതുകൊണ്ട്. അച്ഛനെ സംരക്ഷിക്കുന്നവളാ മകളെന്ന് പറയുന്നത്. സ്വന്തം കുടുംബത്തിന്റെ മാനം സംരക്ഷിക്കുന്നവളെയാ മകളെന്ന് പറയുന്നത്. ആ നിലയ്ക്ക് എന്റെ മകൾ ഇവളാ. നീ എന്റെ കുടുംബത്തിനെ ദ്രോഹിച്ചവളാ. യശോദേ, വെറുതെ അനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണ്ട. പ്രിയങ്കയ്ക്ക് പകരം ഈ അനാഥ പെണ്ണിനെ കാണിച്ചു കൊടുത്ത അവര് സ്വീകരിക്കും തോന്നുന്നുണ്ടോ? തിരിച്ചറിയുന്ന നിമിഷം ഒരു തെരുവ് പട്ടിയുടെ വില പോലും കൊടുക്കാതെ ഇറക്കി വിടില്ലേ ഇവളെ? അതിനേക്കാൾ എന്ത് യോഗ്യതയാണ് ഇവൾക്കുള്ളത്? ഈ കല്യാണ മണ്ഡപത്തിൽ കൂടി നിൽക്കുന്ന സകല ആളുകളെയും സാക്ഷിയാക്കി നടന്നതൊക്കെ ഞാൻ വിളിച്ചു പറയും. എന്റെ ഈ പൊന്നുമോളെ സ്വീകരിക്കാൻ വേണ്ടി കണിമംഗലത്തുള്ളവരുടെ കാല് ഞാൻ പിടിക്കും. എന്നെ കൊന്നാലും അവളുടെ കഴുത്തിൽ നീ താലി അഴിച്ചു മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അതാരും പ്രതീക്ഷിക്കാൻ വേണ്ട. നോക്കി നിൽക്കാതെ പിടിച്ചു മാറ്റടി അവളെ. നീ
നിങ്ങൾ പറഞ്ഞില്ലേ അച്ഛന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ചേച്ചി ത്യാഗം ചെയ്ത കഥ. ഇന്ന് ഞാൻ പോയില്ലായിരുന്നെങ്കിൽ അതിലും വലിയ കെണിയിൽ ഇപ്പൊ എല്ലാരും അകപ്പെട്ടെന്നെ. അങ്ങനെ നോക്കുമ്പോ ഞാനും ഈ കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാ പോയത്. കണിമംഗലത്തുകാരുടെ കാല് പിടിക്കാൻ അമ്മ പോണ്ട. നടന്നതൊക്കെ വരുണിനോട് കുടുംബക്കാരോട് ഞാൻ അറിയിച്ചോളാം. എന്നിട്ട് വരുണിന്റെ കൈയും പിടിച്ച് പ്രിയങ്ക അവരോടൊപ്പം പോവും. കാണണം അമ്മയ്ക്ക്. എന്താടി അനുജത്തെ കെട്ടം വന്നവനെ പ്രേമിച്ചു തുടങ്ങിയോ നീ? ആയിരിക്കും. നിന്നെ സംബന്ധിച്ച് അതൊരു കിട്ടാക്കനിയല്ലേ. അത് കൈക്കലാക്കാൻ നീ എന്ത് ചെയ്യും? നീ നന്ദിയുള്ളവളാണെങ്കിൽ, നിന്നെ വളർത്തിയ ഈ കുടുംബത്തോട് നിനക്ക് സ്നേഹം ഉണ്ടെങ്കിൽ പ്രിയങ്ക മോള് പറയുന്നത് അനുസരിക്കല്ലേടി വേണ്ടത്. ആൾമാറാട്ടം നടത്തി ആളുകളെ മുഴുവൻ പറ്റിച്ചതിന് നിനക്ക് ശിക്ഷയില്ലെന്നാണോ നീ കരുതിയിരിക്കുന്നേ? നീയോ നിന്റെ അമ്മയോ കണിമംഗലത്തുകാരോട് ഒരു അക്ഷരം മിണ്ടിയാലുണ്ടല്ലോ, ആ നിമിഷം നിന്റെയൊക്കെ മുന്നിൽ കിടന്ന് ഞാൻ ചാവും. അതിനുള്ള മരുന്ന് ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ട്. എന്റെ മരണം കണ്ടു നിൽക്കാൻ നിന്റെ അച്ഛനാവൂന്ന് നീ കരുതുന്നുണ്ടോ? നീ കൊല്ല്. ഒരാളെയല്ല, ഈ കുടുംബത്തിലെ മുഴുവൻ പേരെ. എന്റെ ഭഗവാനെ, ഇതെന്തൊക്കെയാ നടക്കുന്നേ? ആന്റി, ഈ പ്രശ്നം ഇപ്പോ രാധികയ്ക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പ്രിയങ്കയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ വേണമെങ്കിലും തയ്യാറാവും എന്നല്ലേ പറഞ്ഞത്. ഒരു വേഷം കെട്ട് കളിയുടെ പേരിൽ അതങ്ങ് മറന്നു കളയും. എന്നിട്ട് പ്രിയങ്ക അണിഞ്ഞൊരുങ്ങട്ടെ. വേണ്ട. ഇനി ആരും ഒന്നും പറയണ്ട. ദേവനാരായണന്റെ കുടുംബം ഇനി ഉണ്ടാവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാ. അച്ഛനും അമ്മയും ആരാണെന്നും ഒന്നും ആഗ്രഹിക്കാൻ പാടില്ലാത്തവളാണെന്നും മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചവളല്ല ഞാൻ. എന്തിനാ എന്നെ ഇങ്ങനൊരവസ്ഥയിൽ കൊണ്ടുവന്ന് നിർത്തിയത്? എനിക്കൊരു ജന്മം ദാനം തന്ന എന്റെ അച്ഛനും അമ്മയും ഈ കുടുംബവും ഇന്ന് സന്തോഷത്തോടെ ഇരിക്കണം. എനിക്ക് പക്ഷെ ഭഗവാനോട് ഞാൻ അനുവാദം ചോദിക്കും. അർഹതയില്ലാതെ ഈ ശരീരത്തിൽ വീണതെല്ലാം ഞാൻ അഴിച്ചു വെച്ചോട്ടെ. ഒരു പെണ്ണിന്റെ കണ്ണീരിന്റെ വില എന്താണെന്ന് മറ്റാർക്ക് മനസ്സിലായില്ലെങ്കിലും അമ്മയ്ക്ക് മനസ്സിലാവും. അഗ്നിസാക്ഷിയായി കെട്ടിയ താലിയ അവളുടെ കഴുത്തിൽ നിന്ന് മറുത്തു മാറ്റുന്നത്.
അത് ശാപാണമ്മേ. ഇനി ഒരു ശാപത്തിന്റെ കണക്കും പറയണ്ട. നോക്കിക്കങ്ങോട്ട്. പ്രിയങ്കെ ഒഴിച്ചു മാറ്റടിയതല്ല. അമ്മേ, വാടി. അമ്മേ, വേണ്ടെന്ന് പറ അമ്മേ. അമ്മേ, ഇത് കണ്ടില്ലേ അമ്മേ? ഇതൊരു നിമിത്തമായിട്ട് അമ്മയ്ക്ക് തോന്നുന്നില്ലേ? ഈ ചെയ്യുന്നതൊന്നും ഭഗവാൻ ഇച്ഛിക്കുന്നതല്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? പ്രിയങ്കെ അഴിച്ചെടുക്കങ്ങോട്ട്. ഒഴിച്ചെടുക്കണി താലി. അവളെ ഒരുക്കിട്ട് പോയാ മതി. അമ്മേ, ഇത്രയൊക്കെ ചെയ്തില്ലേ അമ്മ? ഇനി വെറുതെ വിട്ടൂടെ? ഇത് അവള് തന്നെ ചെയ്യണം. പ്രിയങ്കമോള് മണവാട്ടിയായിട്ട് അണിഞ്ഞൊരുങ്ങുന്നത് അവള് കാണണം. അവളുടെ മനസ്സിൽ എന്തെങ്കിലും തങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തേച്ച് മായ്ച്ച് കളയണം.
കണ്ണീർ തട്ടാതിരിക്കാൻ ഒരു കോലം വെക്കില്ലേ? അതുപോലെ പ്രിയങ്ക മോൾക്ക് കണ്ണീർ തട്ടാതിരിക്കാൻ ഇത്തിരി നേരം കെട്ടിയ കോലം. അത്രേ ഉള്ളൂ. പണി ചോദിക്കണി. അതെ മുത്തശ്ശി, ഞാനൊരു കണ്ണീർ കോല, ജനിപ്പിച്ചവർക്ക് പോലും വേണ്ടാത്തൊരു കോലം. പ്രിയ ഞാൻ അണിയിച്ചെടുക്ക. കണിമംഗലത്തേര് വരുമ്പോ ഈ സാരി ഞാൻ എടുത്തിരിക്കുന്ന കാണാൻ പാടില്ലല്ലോ. എല്ലാം തേച്ചു മാച്ച് കളയണ്ടേ? പത്മിനി, പെൺകുട്ടി പുടവ മാറി കഴിഞ്ഞില്ലേ? എങ്കിൽ പെട്ടെന്ന് വന്ന് ഭക്ഷണം കഴിക്കാൻ പറ. മുഹൂർത്തത്തിന്റെ കാര്യം അറിയാലോ. ഇപ്പൊ വിളിക്കാം. ആ ശരി എന്നാ. കൽപ്പന, ഓ ഒന്ന് എന്താ അമ്മ? ഒരു മിനിറ്റ്. എന്താ അമ്മ? പെൺകുട്ടിയെ ഭക്ഷണം കഴിക്കാൻ കൂട്ടിക്കൊണ്ടുവരാൻ അമ്മ പറഞ്ഞു. എത്ര നേരം മുമ്പേ പറഞ്ഞത് അവരോട് പുടവ മാറി വരാൻ. അവർക്ക് ഇതുവരെ സമയം കിട്ടി കാണില്ലായിരിക്കും. ഇതിപ്പോ അവരുടെ കുടുംബം നമ്മുടെ കുടുംബം ഒന്ന് തർക്കിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പൊ നമ്മളൊക്കെ ഒരു കുടുംബം തന്നെയാ. വാ വാ. വരൂ. മോള് തയ്യാറായിരിക്കുക. വരൂ വരൂ. ഇനിയെങ്കിലും മണവാട്ടി പെണ്ണിനെ എല്ലാവർക്കും ശരിക്കൊന്ന് കാണാമല്ലോ. കതിർ മണ്ഡപത്തിൽ വെച്ച് മുഖം കണ്ടില്ല എന്ന പരാതിയായിരുന്നു എല്ലാവർക്കും. കുടുംബത്തിന്റെ ചടങ്ങ് അങ്ങനെയാന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. എന്നാ പിന്നെ ഊണ് കഴിക്കാൻ പോവല്ലേ? എന്തു പറ്റിയ ചോദിക്കേ? അത് മോളെ പിരിയുന്നതിന്റെ വിഷമമാ. അവളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. മോൾക്ക് ഒരു കുറവും വരത്തില്ല. ഞാൻ പേടിക്കണ്ട. എന്റെ മോളായിട്ട് തന്നെ ഞാൻ കൊണ്ടുപോകുന്നേ. പോവാം മോളെ. കുട്ടി വരുന്നില്ലേ? അല്ല, ഞാനിതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട്. വിളിച്ചാലൊന്നും ആ കുട്ടി വരില്ല. ഏത് സമയം പണിയെടുത്തോണ്ടിരുന്നില്ലെങ്കിൽ അവൾക്ക് ഒരു സമാധാനവും കിട്ടില്ല. എങ്കിൽ നിങ്ങൾ എല്ലാരും ഒരുമിച്ച് വരൂ. മോള് വാ. ഇത്രേ ഉള്ളൂ കാര്യം. ഇനി അമ്മയും മോളും വാ തുറക്കാതിരുന്നാ മതി. വാ.